അസ്സലാമു അലൈക്കും. ബറാത്ത് രാവിൽ എല്ലാവർക്കും അറിയുന്നതാണ് 3 യാസീൻ ഓതണമെന്ന്. അതെപ്പോഴാണ് ഓതേണ്ടത്? മഗ്‌രിബ് ഇശാ ഇടയിൽ ഓതുന്നതാണ് ഏറ്റവും ഉത്തമം. മഗ്‌രിബ് ഇശാ ഇടയിൽ ഓതാൻ കഴിയാത്തവർ അസർ നമസ്കാരത്തിനു ശേഷം യാസീൻ ഓതുക. മറ്റു സംസാരങ്ങൾ കടന്നു വരാതെ തുടരെ യാസീൻ ഓതുന്നതാണ് നല്ലതെന്ന് മഹാന്മാർ പറയുന്നു. അതായത് അധിക സംസാരം ഒഴിവാക്കി 3 യാസീനും ഒരുമിച്ച് ഇടവേളയില്ലാതെ ഓതി തീർക്കുന്നതാണ് നല്ലത്. തെറ്റ് വരാതെ നല്ല റാഹത്തോടുകൂടി കഴിയുന്നത്ര തജ്വീദ് നിയമങ്ങൾ പാലിച്ചു വേണം യാസീൻ ഓതുവാൻ. മഗ്‌രിബിന് ഓതിക്കഴിഞ്ഞില്ലെങ്കിൽ ഇശാഇന് അത് ഓതി തീർക്കാവുന്നതാണ്. അതുപോലെ യാസീൻ തുടങ്ങുമ്പോൾ യാസീൻ സീനാണ് നീട്ടേണ്ടത്. യാക്ക് അത്ര നീട്ടൽ ആവശ്യമില്ല. അടുത്തത് യാസീൻ ഓതുമ്പോൾ വെക്കേണ്ട 3 നിയ്യത്തുകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ നിയ്യത്ത് ആഫിയത്തുള്ള ദീർഘായുസ്സായിരിക്കണം. നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് അപകടങ്ങൾ, രോഗങ്ങൾ ഇവയൊന്നും വരാതെ കാക്കണം. അതായിരിക്കണം നമ്മുടെ ആദ്യത്തെ നിയ്യത്ത്. രണ്ടാമത്തെ നിയ്യത്ത് റിസ്ക് വിശാലമാകാൻ. നമ്മുടെ ഭക്ഷണം, താമസം, വീട്, വസ്ത്രം ഇതൊക്കെ റിസ്കിൽ പെടുന്നതാണ്. നമ്മുടെ മാത്രമല്ല നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും കൂടി നിയ്യത്ത് വെക്കുക. മൂന്നാമത്തെ നിയ്യത്ത് നല്ല മരണം ലഭിക്കാൻ, ഈമാനോടുകൂടി മരിക്കാൻ. കൂടാതെ നമ്മുടെ വേണ്ടപ്പെട്ടവരിൽ നിന്നും മരണപ്പെട്ടു പോയവർക്കും കൂടി ഈ യാസീൻ ഓതുന്നു എന്നും നമുക്ക് നിയ്യത്ത് വെക്കാം. ഓരോ യാസീൻ ഓതാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ നിയ്യത്ത് വെച്ച് വേണം ഓതുവാൻ. ഇനി അടുത്ത സംശയം എന്താണെന്ന് വെച്ചാൽ, ഖുർആൻ ഓതാൻ അറിയാത്തവർ അല്ലെങ്കിൽ ഓതുവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ, മെൻസസ് ആയവരോ അല്ലെങ്കിൽ പ്രസവിച്ചു കിടക്കുന്നവർക്കോ അസുഖമുള്ളവർക്കോ ഓതാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ളവർ എന്തു ചെയ്യും? അങ്ങനെയുള്ളവർ യാസീൻ ഓതുന്നത് കേൾക്കാം. ഖുർആൻ കേൾക്കലും വെറുതെ ഒന്ന് നോക്കുന്നത് പോലും പ്രതിഫലമുള്ള കാര്യമാണ്. ഇനി അതല്ലെങ്കിൽ സ്വലാത്തുകൾ ചൊല്ലാം. ആഫിയത്തുള്ള ആയുസ് നൽകാൻ ദുആ ചെയ്യാം. പിന്നെയും സ്വലാത്തും ദിക്റുകളും ചൊല്ലാം. ശേഷം റിസ്ക് വിശാലമാക്കാൻ ദുആ ചെയ്യാം. മൂന്നാമതും കുറച്ച് ദിക്റുകളും സ്വലാത്തും ചൊല്ലി എന്റെ മരണം നന്നാക്കണേ എന്ന് ദുആ ചെയ്യാം. ഇങ്ങനെയും നിങ്ങൾക്ക് അമല് പൂർത്തിയാക്കാം. പിന്നെ ഒരു കാര്യം, പരിശുദ്ധമായ ഖുർആൻ നോക്കി തന്നെ യാസീൻ ഓതുന്നതാണ് ഏറ്റവും നല്ലത്. കാണാതെ അറിയാമെങ്കിലും നോക്കി ഓതുന്നത് ശ്രേഷ്ഠത നിറഞ്ഞ കാര്യമാണ്. അതുപോലെ ഖുർആൻ ഓതാൻ അറിയാത്തവർ ദയവ് ചെയ്ത് മലയാളത്തിൽ ഓതാൻ നിൽക്കരുത്. നേരത്തെ പറഞ്ഞ പോലെ മനസ്സിൽ നിയ്യത്തോടെ യാസീൻ ഓതുന്നത് കേൾക്കുകയോ അല്ലെങ്കിൽ നിയ്യത്തോടെ സ്വലാത്തോ ദിക്റുകളോ ചൊല്ലി ദുആ ചെയ്യാവുന്നതാണ്. ഓതിയതിനു ശേഷം അല്ലെങ്കിൽ ദിക്റുകൾ ചൊല്ലിയതിനു ശേഷം അല്ലാഹുവിനോട് നന്നായി ദുആ ചെയ്യുക. ബറാത്ത് രാവിലാണ് ഖുർആൻ 1-ാം ആകാശത്തിൽ ഇറക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ സൂറത്ത് ദുഖാൻ ഓതുന്നത് വളരെ നല്ലതാണ്. സൂറത്ത് ദുഖാൻ കഴിയുന്നതും പരമാവധി ഓതുക. അതുപോലെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, അതും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ദിക്റും അധികരിപ്പിക്കുക. ബറാത്തിൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളാണ് നരകത്തിൽ നിന്ന്, കാപട്യത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന്, നമ്മൾ ചെയ്ത പാപത്തിൽ നിന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് മോചനം ലഭിക്കും. അതുകൊണ്ട് ഈ അവസരം നഷ്ടപ്പെടുത്താതെ എല്ലാവരും കഴിവതും പ്രയോജനപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.